അപ്പോൾ ഡോക്ടർ നിതിൻ, നമ്മൾ AIC-യുടെ 6ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം പ്രതിപാദിക്കപ്പെടുന്ന ഒരു വിഷയമുണ്ട് അവിടെ. അത് നമ്മളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കൊടുക്കുന്ന സർവീസസിന് ആനുപാതികമായിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടാവണമെന്നും അത് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെൻസും വെച്ചിട്ട് മാനേജ് ചെയ്യണമെന്നും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടുന്ന ഹ്യൂമൻ റിസോഴ്സ് വേണമെന്ന് ഡിസ്കസ് ചെയ്തതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് AIC 6D പറയുന്നു, ക്വാളിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ പെർഫോം ആൻഡ് സൂപ്പർവൈസ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് റിപ്പോർട്ട് ദ റിസൾട്ടുകളെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ ചെയ്ത ടെസ്റ്റുകളെ ഇൻവെസ്റ്റിഗേഷൻസിനെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ആയിരിക്കണം. അവർക്ക് വേണ്ടുന്ന ഡിഗ്രികൾ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, അതൊരു മൈക്രോബയോളജിസ്റ്റ് ആകാം, പത്തോളജിസ്റ്റ് ആകാം, ബയോ കെമിസ്റ്റ് ആകാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റിഗേഷനും ആനുപാതികമായി ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. ആ റിസൾട്ട് ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്യാനും ആ ഇൻവെസ്റ്റിഗേഷൻ പെർഫോം ചെയ്യുന്നതിനെ സൂപ്പർവൈസ് ചെയ്യാനും. ഇപ്പോൾ ഗവൺമെൻറ് ചില സമയങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കും. ഫോർ എക്സാമ്പിൾ, പത്തോളജിയിൽ റിസൾട്ടിന് കൃത്യമായി ഒരു സീരീസ് നമ്പർ പ്രൊവൈഡ് ചെയ്ത് സിഗ്നേച്ചർ ചെയ്യണമെന്നൊരു നിർദ്ദേശം കേരളത്തിലുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റുകൾ ഇൻവെസ്റ്റിഗേഷനുകളെ കുറിച്ച് പറയുന്ന സംഗതികൾ കീപ്പ് ചെയ്യണം. ക്വാളിഫൈഡ് ആയിരിക്കണം. ആ ക്വാളിഫൈഡ് ട്രെയിൻഡ്, വെറുതെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, അവർ അതിനുള്ള ട്രെയിനിങ് കിട്ടിയവരുമായിരിക്കണം. ക്വാളിഫൈഡ് ട്രെയിൻഡ് പ്രൊഫഷണൽസ് ഷുഡ് സൂപ്പർവൈസ് ആൻഡ് സെൻഡ് ദ റിപ്പോർട്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് AIC 6D, ആക്സസ് അസസ്മെൻ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിലെ 6ാമത്തെ സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ്.